നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ലെന്ന് കെ മുരളീധരൻ. കെ സുധാകരന് പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യമുണ്ട്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. സർക്കാരിനെ ജനങ്ങൾക്ക് മടുത്തു എന്നതിന്റെ പ്രതിഫലനമാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും അടുത്ത സർക്കാർ ഉണ്ടാക്കാൻ UDFന് കഴിയുമെന്നും കെ മുരളീധരൻ. പട്ടാമ്പി മേഖലയിൽ നിയമലംഘനം നടത്തിയ സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. 33 കേസുകളിലായി 1 ലക്ഷത്തിലേറെ രൂപ പിഴ ഈടാക്കി. പരിശോധന തുടരുമെന്ന് അധികൃതർ. വാണിയംകുളം ത്രാങ്ങാലി കവർച്ചാ കേസിൽ അടിമുടി ആശയക്കുഴപ്പം. 1 ലക്ഷം രൂപ വില കൂടിയ വാച്ച് എന്നിവയ്ക്ക് പുറമെ 19 പവൻ സ്വർണവും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന പരാതിയുമായി വീട്ടമ്മ പോലീസിനെ സമീപിച്ചു. ത്രാങ്ങാലി മൂച്ചിക്കൽ ബാലകൃഷ്ണന്റെ വീട്ടിൽ കവർച്ച നടന്നത് ഇക്കഴിഞ്ഞ നവംബർ 29-ന്. ദമ്പതികളുടെ പാസ്പോർട്ടുകളും നഷ്ടപ്പെട്ടതായി പുതിയ പരാതി. ഷൊർണൂരിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ സർവേ തുടങ്ങി. സർവേ ആരംഭിച്ചത് കണയം ഭാഗത്തുനിന്ന്. 20 ദിവസം കൊണ്ട് സർവേ പൂർത്തിയാക്കും. ഷൊർണൂർ ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരണം പുരോഗമിക്കുന്നു. ബസ് സ്റ്റാൻഡ് യാർഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യും. വാർത്തകൾ വിശദമായി. കോൺഗ്രസിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ലെന്ന് കെ മുരളീധരൻ. കെ സുധാകരന് പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യമുണ്ട്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലെന്നും സർക്കാരിനെ ജനങ്ങൾക്ക് മടുത്തു എന്നതിന്റെ പ്രതിഫലനമാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും അടുത്ത സർക്കാർ ഉണ്ടാക്കാൻ UDFന് കഴിയുമെന്നും കെ മുരളീധരൻ പാലക്കാട്ട് പറഞ്ഞു. മാടായി കോളേജ് വിഷയത്തിൽ KPCC സബ് കമ്മിറ്റിയെ വച്ചിട്ടുണ്ടെന്ന് കെ മുരളീധരൻ പറഞ്ഞു. MP-ക്കെതിരായി പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ല. അദ്ദേഹത്തിനെതിരായ പരസ്യമായ പ്രതിഷേധം ഒഴിവാക്കേണ്ടതായിരുന്നു. പ്രശ്നം പരിഹരിക്കുകയല്ല വേണ്ടത്. KPCC സബ് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ആ സബ് കമ്മിറ്റി അന്വേഷിച്ച് വേണ്ട നടപടി ചെയ്യും. പക്ഷേ ഒരു MP-ക്കെതിരായിട്ട് പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ല. കാരണം അദ്ദേഹത്തിന്റെ കോലം കത്തിക്കൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരസ്യമായിട്ട് മുദ്രാവാക്യം കൂടിയൊക്കെ ഒഴിവാക്കേണ്ടതായി. പക്ഷേ കേസിന്റെ അതിന്റെ മെറിറ്റിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഒരു ജനപ്രതിനിധിക്കെതിരായിട്ടുള്ള പരസ്യമായിട്ടുള്ള ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു. കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഗുണം ചെയ്യും. ഇപ്പോൾ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതുപോലെ പോയാൽ അടുത്ത സർക്കാർ ഉണ്ടാക്കാൻ UDFന് കഴിയുമെന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. പുനഃസംഘടന സംബന്ധിച്ച് ചർച്ച നടക്കുന്നില്ല. ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അറിയേണ്ടതാണ്. പുനഃസംഘടന വേണം, പക്ഷേ അത് എങ്ങനെ വേണമെന്ന് നേതൃത്വം തീരുമാനിക്കും. KPCC പ്രസിഡന്റിനെ നിലനിർത്തണമെന്ന താൽപ്പര്യമാണ് ഭൂരിഭാഗം ആളുകൾക്കുമുള്ളത്. യുവാക്കൾ നേതൃനിരയിലേക്ക് വരണം. അതേസമയം മുതിർന്നവരുടെ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്തുകയും വേണമെന്ന് മുരളീധരൻ പറഞ്ഞു. ഇന്നത്തെ പല നേതാക്കളും യുവാക്കളായി വന്നവരാണ്. പ്രായം ആയുസ് നോക്കിയല്ല തീരുമാനിക്കുന്നത്. മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം ചെല്ലുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഈ സർക്കാരിനെ ജനങ്ങൾക്ക് മടുത്തു. ഇതിനുദാഹരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. സന്ദീപ് വാര്യർ വിഷയത്തിൽ തന്നെ ശാസിച്ചു എന്ന് വാർത്തയുണ്ടായിരുന്നു. ഇത് എവിടെ നിന്ന് വന്നു എന്നറിയില്ല. സന്ദീപിനോട് ആദ്യം വിയോജിപ്പുണ്ടായിരുന്നു. അത് പറഞ്ഞു തീർത്തു. സന്ദീപ് പാർട്ടിയിലേക്ക് വന്നത് നിർണായക സമയത്താണ്. അദ്ദേഹത്തിന് നല്ല പരിഗണന നൽകണമെന്നും മുരളീധരൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. പ്രതിപക്ഷ നേതാവിനെതിരായ ഒരു നീക്കങ്ങളും പാർട്ടിയിലില്ല. ചിലർ കോലിട്ട് കുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് എല്ലാ കാലത്തും ഉള്ളതാണെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ ലോക്കൽ ബോഡിയിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. മിഷൻ 25 അനുസരിച്ചിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. എനിക്ക് ചാർജ് പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് UDFന്റെ നയം. പലരും KPCC പുനർസംഘടന ആവശ്യം മുന്നോട്ട് അങ്ങനെ ചർച്ച നടക്കുന്നില്ല. ഒന്ന് AICC ജനറൽ സെക്രട്ടറി തന്നെ ദീപാദാസ് മുൻഷിയനെ പറഞ്ഞിട്ടുണ്ട് ഒരു ചർച്ചയും നടക്കുന്നില്ല. അങ്ങനെ ചർച്ച നടക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ അറിയുമല്ലോ. അങ്ങനെ ചർച്ച നടക്കുന്നില്ല. അത് ആരുണ്ടാക്കിയത് അതേ എനിക്കറിഞ്ഞു. അനാവശ്യമായിട്ടുണ്ടാക്കിയ ഒരു വിവാദമാണ്. അങ്ങനത്തെ ഒരു പുനഃസംഘടന ഇല്ല. ചർച്ച നടക്കുന്നില്ല. എന്നാൽ പുനഃസംഘടന വേണം വേണ്ടെന്നും ആരും പറയുന്നില്ല. പക്ഷെ അത് ഏത് രീതിയിൽ വേണം എന്നുള്ളതൊക്കെ ഒന്ന് താഴെത്തട്ടുള്ള പുനഃസംഘടനാ കാര്യം KPCC തീരുമാനിച്ചു. അതിന്റെ കമ്മിറ്റി ഫോം ചെയ്തിട്ടില്ല. 2, സംസ്ഥാനത്തെ മാറ്റമാണെങ്കിൽ അത് തീരുമാനിക്കേണ്ട ദേശീയ നേതൃത്വമാണ്. അതല്ലാതെ ഇവിടെ അങ്ങനത്തെ ഒരു ചർച്ചയും നടക്കുന്നില്ല. KPCC പ്രസിഡന്റിനെ നിലനിർത്തണം എന്നുള്ള അഭിപ്രായമാണ് ഭൂരിപക്ഷം എല്ലാവർക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി മേഖലയിൽ നിയമലംഘനം നടത്തിയ സ്വകാര്യ ബസ്സുകൾക്ക് 1 ലക്ഷത്തിലധികം പിഴയിട്ട് മോട്ടോർ വാഹന വകുപ്പ്.
33 കേസുകളിലായാണ് നടപടി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. സ്റ്റോപ്പുകളിൽ നിർത്താതെയും വാതിലടയ്ക്കാതെയും സർവീസ് നടത്തിയ ബസ്സുകൾക്കെതിരെയും അമിത ചാർജ് ഈടാക്കുന്നവർക്കെതിരെയും ട്രിപ്പ് മുടക്കുന്നവർക്കെതിരെയും കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ പാട്ടുവെച്ച് നിയമലംഘനം നടത്തിയ ബസ്സുകൾക്കെതിരെയുമാണ് മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് നടപടി സ്വീകരിച്ചത്. പട്ടാമ്പി താലൂക്കിലെ വിവിധ മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ 33 നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് 1,08,750 രൂപ പിഴ ചുമത്തി. എൻഫോഴ്സ്മെന്റ് RTO VT മധുവിന്റെ നിർദ്ദേശപ്രകാരം നടന്ന പരിശോധനയ്ക്ക് MVI ജോഷി തോമസ്, AMVIമാരായ അരുൺ T പ്രസാദ്, KV അനീഷ് എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളം ത്രാങ്ങാലി കവർച്ചാ കേസിൽ 1 ലക്ഷം രൂപ വിലയേറിയ വാച്ച് എന്നിവയ്ക്ക് പുറമെ സ്വർണവും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന പരാതിയുമായി വീട്ടമ്മ വീണ്ടും പോലീസിനെ സമീപിച്ചു. ത്രാങ്ങാലി മൂച്ചിക്കൽ ബാലകൃഷ്ണന്റെ വീട്ടിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് അടിമുടി ആശയക്കുഴപ്പം. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 63 പവൻ സ്വർണവും പണവും വിലപിടിപ്പുള്ള വാച്ചും പോയെന്നായിരുന്നു ആദ്യ പരാതി. ബാലകൃഷ്ണന്റെ ഭാര്യ ചെന്നൈയിൽ മകന്റെ വീട്ടിലായിരുന്ന നവംബർ 29 രാത്രിയായിരുന്നു കവർച്ച. പോലീസ് വീട്ടമ്മയുമായി ഫോണിൽ സംസാരിച്ച ശേഷം അലമാരയിലെ രഹസ്യ അറ തുറന്നപ്പോൾ സ്വർണം സുരക്ഷിതമെന്നായിരുന്നു കണ്ടെത്തൽ. പിന്നെ 1 ലക്ഷം രൂപയും വാച്ചും കവർന്നെന്ന പരാതിയിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നതിനിടെയാണ് വീട്ടമ്മ ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തിയത്. ചെന്നൈയിലായിരുന്ന ഇവർ തിരിച്ചെത്തി നടത്തിയ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് 19 പവൻ സ്വർണം കാണാനില്ലെന്ന പരാതിയുമായി വീണ്ടും പോലീസിനെ സമീപിച്ചത്. കവർച്ച പുറത്തറിഞ്ഞ ആദ്യ മണിക്കൂറുകളിൽ 63 പവൻ സ്വർണവും പണവും വാച്ചും കവർന്നെന്നും പിന്നീട് സ്വർണം അലമാരയിൽ സുരക്ഷിതമായി കണ്ടെത്തിയെന്നുമുള്ള ട്വിസ്റ്റിന് പിന്നാലെയാണ് പുതിയ പരാതി. മകളുടെയും തന്റെയും ഉൾപ്പെടെ 63 പവൻ ഒന്നിച്ചല്ല സൂക്ഷിച്ചിരുന്നതെന്നും അലമാരയിൽ മറ്റൊരു അറയിലായിരുന്നു തന്റെ 19 പവനെന്നും ഇത് കാണാനില്ലെന്നുമാണ് ഇപ്പോഴത്തെ പരാതി. ഒപ്പം ദമ്പതികളുടെ പാസ്പോർട്ടും മറ്റൊരു വാച്ചും കാണാനില്ലെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ മാസം 28-ന് ബാലകൃഷ്ണൻ വീട് പൂട്ടി ഉറങ്ങാനായി കൂനത്തറയിലെ മകളുടെ വീട്ടിലേക്ക് പോയ സമയത്താണ് കവർച്ച നടന്നത്. പിറ്റേന്ന് രാവിലെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീട് കുത്തിത്തുറന്നുള്ള കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭാ പരിധിയിൽ ഡ്രോൺ സർവേ ആരംഭിച്ചു. ഡ്രോൺ സർവേ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി GIS അധിഷ്ഠിത ഡാറ്റ തയ്യാറാക്കുന്നതിനാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. അമൃത് 2.0 സ്കീം പ്രകാരമാണ് പദ്ധതി. ഓരോ വാർഡിലും എത്ര കെട്ടിടങ്ങളുണ്ടെന്നും അനധികൃതമായി എന്തെങ്കിലും പ്രവൃത്തി നടക്കുന്നുണ്ടോ എന്നും റോഡുകൾ, കുളങ്ങൾ തുടങ്ങി എല്ലാവിധ കാര്യങ്ങളും ഡ്രോൺ സർവേയിൽ രേഖപ്പെടുത്തും. സർവേ പൂർത്തിയാക്കിയാലും പുതുതായി നഗരസഭാ പ്രദേശത്ത് കെട്ടിടവും മറ്റും വന്നാൽ അത് രേഖപ്പെടുത്താൻ തരത്തിലാണ് സർവേ. നിലവിൽ ഷൊർണൂർ നഗരസഭയിലെ 33 വാർഡുകളിലും സമീപ പഞ്ചായത്തുകളിലുമായി 93 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് സർവേ നടത്തുന്നത്. വ്യാഴാഴ്ച കണയം ഭാഗത്തു നിന്നാണ് സർവേ ആരംഭിച്ചത്. 100 ഗ്രിഡുകളാക്കി തിരിച്ചാണ് സർവേ. ഒരു ദിവസം 5 ഗ്രിഡിലായി 20 ദിവസത്തിനുള്ളിൽ സർവേ നടത്താനാണ് തീരുമാനം. സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. ജില്ലയിൽ ഒറ്റപ്പാലം, ഷൊർണൂർ നഗരസഭകളിലാണ് ഇത്തരത്തിലുള്ള സർവേ. ആദ്യഘട്ടം ഷൊർണൂർ നഗരസഭയിൽ ഡ്രോൺ സർവേ പൂർത്തിയാക്കാനാണ് തീരുമാനം. സർവേ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന സർവേയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ. ആ സർവേ, ഡ്രോൺ സർവേ നമ്മുടെ നഗരസഭയുടെ ഓരോ പ്രദേശത്തുമുള്ള കെട്ടിടങ്ങൾ, അവയുടെ വലുപ്പം, അവയുടെ വിസ്തീർണം, അത് നമ്പറുള്ളതാണോ നമ്പറില്ലാത്തതാണോ, റോഡുകൾ, തോടുകൾ, അതുപോലെ പാലങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു നഗരത്തിൻ്റെ എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളുമാണ് ഡ്രോൺ സർവേയിലൂടെ എടുക്കാൻ വേണ്ടി പോകും. ഇവിടെ നഗരസഭയിൽ മാത്രമല്ല, നഗരസഭയുടെ തൊട്ട് അയൽ പഞ്ചായത്തുകളായിട്ടുള്ള ഒങ്ങല്ലൂര്, അതുപോലെ വാണിയംകുളം, ഇതുകൊണ്ട് ലക്കിടി വരെയുള്ള പഞ്ചായത്തുകളുൾപ്പെടെ, അണിയൻ്റെ പഞ്ചായത്ത് ഉൾപ്പെടെ, അതിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെ ഈ സർവേയുടെ ഭാഗമായിട്ട് വരുന്നു. ഈ സർവേയുടെ ഭാഗമായി ഭാവിയിൽ ഇതിൻ്റെ ഫണ്ടിങ് എല്ലാം
സർവേ പൂർത്തിയാകുന്നതിൻ്റെ അനുസരിച്ചും അതിനകത്തുള്ള ആവശ്യകത വെച്ചുകൊണ്ടൊക്കെയാണ്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ വിഷ്ണു നന്ദകുമാർ പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, പി ജിഷ, KM ലക്ഷ്മണൻ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഫുട്ബോൾ മത്സരം പൂർത്തിയായതിന് പിറകെ ദേശമംഗലത്ത് കൂട്ടത്തല്ല്. പഞ്ചായത്ത് കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരത്തിന് പിന്നാലെയാണ് ഇരുവിഭാഗങ്ങൾ തമ്മിലടിച്ചത്. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ദ ഗ്രൂപ്പ് ദേശമംഗലവും ആറ്റുപുറം ബ്ലൂ ഡയമണ്ട് ക്ലബ്ബും തമ്മിൽ നടന്ന മത്സരത്തിന് പിറകെയാണ് സംഘർഷമുണ്ടായത്. സംഭവത്തിൽ ക്ലബ്ബ് അംഗങ്ങൾക്കും കാണികൾക്കും പരിക്കേറ്റു. പരിക്കേറ്റ ദേശമംഗലം സ്വദേശി മുഹമ്മദ് ജാഫറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട്. മത്സരത്തിൽ വിജയിച്ച ഒരു ടീം സമ്മാനം സ്വന്തമാക്കിയ ശേഷം മറുവിഭാഗം കൂവിയതാണ് പ്രകോപനത്തിന് കാരണമായത്. സംഭവത്തിൽ കേസെടുത്തതായി ചെറുതുരുത്തി പോലീസ് അറിയിച്ചു. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂരിൽ കൃഷി നശിപ്പിക്കാനെത്തിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ഗ്രാമപഞ്ചായത്തിന്റെയും വനം വകുപ്പിന്റെയും മേൽനോട്ടത്തിലായിരുന്നു നടപടി. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായി 25ഓളം കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിലെ വിവിധ പാടശേഖരങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. നെൽകൃഷി ഉൾപ്പെടെ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്. കർഷകരുടെ നിരന്തരമായ പരാതിയെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടൽ. വനം വകുപ്പുമായി സഹകരിച്ചാണ് പന്നികളെ വെടിവെച്ചു കൊല്ലാനാവശ്യമായ നടപടികൾ പഞ്ചായത്ത് അധികൃതർ സ്വീകരിച്ചത്. ലൈസൻസുള്ള ഷൂട്ടർമാരായ പെരിന്തൽമണ്ണയിലെ MM സക്കീർ, ദിലീപ് മേനോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ സഹായത്തോടെ ഒരു ദിവസം നീണ്ട പരിശ്രമത്തിലാണ് കാട്ടുപന്നികളെ കൊന്നത്. ഓങ്ങല്ലൂരിലെ കാട്ടുപന്നി വേട്ട നിരീക്ഷിക്കാനും വിലയിരുത്താനും ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരമുള്ള ഷാർപ്പ് ഷൂട്ടർ നവാബ് സഫദ് അലി ഖാനും ഓങ്ങല്ലൂരിൽ എത്തിയിരുന്നു. തുടർന്നും പന്നിശല്യമുണ്ടാവുകയാണെങ്കിൽ കൃഷിനാശമുണ്ടാക്കുന്ന പന്നികളെ കൊല്ലാനാവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനമെന്ന് വൈസ് പ്രസിഡന്റ് TP രജീഷ് പറഞ്ഞു. നെല്ല്, അതോടൊപ്പം മറ്റു വിളകൾ കൂടി, കപ്പയായാലും അതല്ലെങ്കിൽ തെങ്ങായാലും അതുപോലെയുള്ള എല്ലാവിധ കൃഷിക്കും നാശനഷ്ടം വരുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് നല്ല രൂപത്തിൽ അതിൻ്റെ ഒരു വേട്ട തുടങ്ങുകയും രാവിലെ 7 മണിക്ക് തന്നെ എത്തി ഇനി വൈകുന്നേരത്തോടു കൂടി ഈ ഒരു പ്രദേശത്തെ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം പ്രദേശത്തു നിന്നുള്ള പന്നികളെ വെടിവെച്ച് ഇടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവർക്കുണ്ടാവും. അതോടൊപ്പം തന്നെ ഇവർ നല്ല രൂപത്തിലുള്ള പ്രകടനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തുന്നത്. കർഷകരുടെ പൂർണ്ണ സഹകരണവും അധികൃതർക്ക് ലഭ്യമായി. വനംവകുപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. കൊന്നൊടുക്കിയ പന്നികളെ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ ബസ് സ്റ്റാൻഡ് നവീകരണം പുരോഗമിക്കുന്നു. യാർഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. ബസ് സ്റ്റാൻഡിന് പുറത്ത് പാതയോരത്ത് നിർത്തിയിട്ടാണ് ഇപ്പോൾ ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നത്. 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന നവീകരണ പ്രവൃത്തികൾക്കാണ് ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത്. യാർഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. മലിനജലം ഉൾപ്പെടെ പോകുന്നതിനായി ബസ് സ്റ്റാൻഡിന്റെ ഇരുവശത്തും ചാലുകൾ നിർമ്മിക്കും. നഗരസഭയുടെ 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം. സ്റ്റാൻഡിനകത്ത് കുഴികൾ നിറയുന്നതായി ബസ്സുകാർ കഴിഞ്ഞ മാസങ്ങളിൽ പരാതി നൽകിയിരുന്നു. സ്റ്റാൻഡ് കോൺക്രീറ്റ് ചെയ്യുന്നതോടെ പതിവായി കുഴികൾ രൂപപ്പെടുന്ന പ്രശ്നത്തിന് പരിഹാരമാകും. നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഷൊർണൂർ നഗരസഭയുടെ കഴിഞ്ഞ വർഷത്തെ സ്പില്ലോവർ പ്രോജക്റ്റായിട്ടുള്ള 20 ലക്ഷം രൂപയുടെ ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരണ പ്രവൃത്തിയാണ് നടക്കുന്നത്. നിലവിലുള്ള ബസ് സ്റ്റാൻഡിൽ എല്ലാം പുതിയ ഇതായി കോൺക്രീറ്റ് ചെയ്ത് അതുപോലെ 2 ഭാഗങ്ങളിലുള്ള ഡ്രൈനേജ് ശരിയാക്കുക തുടങ്ങിയ പ്രവൃത്തിയാണ് നടക്കാനുള്ളത്. 1 മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തി എന്തായാലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 1 മാസം കൊണ്ട് തന്നെ അത് പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കും. ബസ് സ്റ്റാൻഡിൻ്റെ മുഖച്ഛായ മാറുന്ന ഒരു പദ്ധതിയായിട്ടാണ് നഗരസഭ ഇതിനെ കാണുന്നത്. കുറേ കാലങ്ങളായിട്ടുള്ള ഷൊർണൂർകാരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണ പ്രവൃത്തികൾ. അത് ഈ വർഷം എല്ലാം പൂർത്തിയാക്കും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നിത്യേന 100 കണക്കിന് യാത്രക്കാരാണ് സ്റ്റാൻഡിലെത്താറുള്ളത്.
നവീകരണം ആരംഭിച്ചതോടെ ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും സ്റ്റാൻഡിന് പുറത്ത് പാതയോരത്താണ്. അപ്രതീക്ഷിതമായി വ്യാഴാഴ്ച രാവിലെ മഴ പെയ്തത് യാത്രക്കാർക്ക് തിരിച്ചടിയായി. നഗരത്തിലെ മലിനജല പ്രശ്നം പരിഹരിക്കുന്നതിനായി മലിനജല ശുദ്ധീകരണ പ്ലാന്റും ബസ് സ്റ്റാൻഡിനകത്ത് ഒരുക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം പൂർണ്ണ പരാജയമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പഞ്ചായത്തിൽ നടന്ന ഡീലിമിറ്റേഷൻ ഹിയറിംഗിന് ശേഷമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. വാർഡ് വിഭജനം അശാസ്ത്രീയവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ സാജൻ, നേതാക്കളായ പി ദിവാകരൻ, പി എസ് രാധാകൃഷ്ണൻ, പി സൂര്യനാരായണൻ, ഷാജി മേലൂർ, പി സേതുമാധവൻ, പി സുരേഷ് എന്നിവർ ആരോപിച്ചു. അതിരുകൾ പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള ഒരു വിഭജനമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഹിയറിംഗ് കേൾക്കുകയും ആയതിനു ശേഷം അതിൽ നടപടി സ്വീകരിക്കാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. വരും കാലങ്ങളിൽ അത് കോടതിയിലടക്കം പോകേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അത്രത്തോളം ഏകപക്ഷീയമായിട്ടുള്ള വാർഡ് വിഭജനമാണ് അമ്പലപ്പാറ പഞ്ചായത്തിൽ നടത്തിയിരിക്കുന്നത്. തികച്ചും തെറ്റായിട്ടുള്ള വാർഡ് വിഭജനമാണ് നടത്തിയിരിക്കുന്നത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ SDPI ഷൊർണൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ് വൈദ്യുതി ചാർജ് വർധനയെന്ന് SDPI മുനിസിപ്പൽ കമ്മിറ്റി കുറ്റപ്പെടുത്തി. രൂക്ഷമായ വിലക്കയറ്റം മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തൊഴിലില്ലായ്മയും രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ വൈദ്യുതി നിരക്ക് കൂടി വർദ്ധിപ്പിക്കുന്നത് ജനങ്ങൾക്ക് ഇരട്ടി പ്രഹരമാകുമെന്ന് SDPI നേതാക്കൾ ആരോപിച്ചു. കേന്ദ്ര കേരള സർക്കാരുകൾ കോർപ്പറേറ്റ് മുതലാളിമാർക്കു വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വൈദ്യുതി നിരക്ക് വർധന ഉടൻ പിൻവലിക്കണമെന്നും SDPI ആവശ്യപ്പെട്ടു. മണ്ഡലം സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ, മുനിസിപ്പൽ പ്രസിഡന്റ് TM മുസ്തഫ, സെക്രട്ടറി ഷക്കീർ കല്ലിങ്ങൽ, ജോയിന്റ് സെക്രട്ടറി യാസിർ മാട്ടുമൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ബോധവൽക്കരണ ക്ലാസിനിടെ തൊണ്ടയിൽ പഴം കുടുങ്ങി യുവാവിന്റെ പിടച്ചിൽ. രക്ഷകരായി ഫയർഫോഴ്സ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. പട്ടാമ്പി ശങ്കരമംഗലത്ത് നടന്ന മോക്ക് ഡ്രില്ലിലാണ് ആളുകളെ അമ്പരപ്പിക്കുന്ന രംഗങ്ങളുണ്ടായത്. ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞവർക്ക് ഫയർഫോഴ്സിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ്സിനിടയിലാണ് മോക്ക് ഡ്രില്ലും നടത്തിയത്. ഫയർഫോഴ്സിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അപകടത്തിൽപ്പെടുന്ന മനുഷ്യന് പ്രാഥമിക ശുശ്രൂഷ നൽകുന്നത് സംബന്ധിച്ച് അവബോധം നൽകുന്നതിനായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ആണി കൊടുക്കും. റോഡിൽ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും റോഡിൽ വീഴുന്നവരെ നോക്കാനോ അവരെ സഹായിക്കാനോ മറ്റു റോഡ് ഉപയോക്താക്കൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതിൽ നിന്നും വ്യക്തമായിട്ട് നമുക്ക് പെട്ടെന്ന് റോഡിലൊരു ക്രൈസിസ് കണ്ടാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം, അവർക്ക് എന്ത് തരം ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്, അവരെങ്ങനെയാണ് ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളെക്കുറിച്ചൊരു നല്ലൊരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടാമ്പിയിലെ ഫയർഫോഴ്സും മോട്ടോർ വാഹന വകുപ്പും സിവിൽ ഡിഫൻസും ഒക്കെ ചേർന്നുകൊണ്ട് കുട്ടികൾക്കൊരു ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം ലൈസൻസ് ലഭിച്ച വാഹനവുമായി റോഡിലിറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അപകടങ്ങളുണ്ടായാൽ എങ്ങനെ ഇടപെടണമെന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ബോധവൽക്കരണ ക്ലാസ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാങ്കുർസി ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ യജ്ഞത്തിൽ പങ്കെടുത്തു. അതിൽ കൊതിക്ഷോഭം, കൊതിൽ മോഹം അവിടെ അലഞ്ഞു നടന്ന ആ വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും ആ മാർക്കണ്ടയിൽ ഇങ്ങനെ സഞ്ചരിച്ച അവസാനം
ഏകാവലംബം, ലോകത്തിന് മുഴുവൻ ഏകാവലംബം തൻ്റെ പാദങ്ങളാണ് എന്ന് കാണിച്ചുകൊണ്ട് കാൽവിരലുകൊണ്ട് കിടക്കുന്ന ഒരു താമരക്കണ്ണനെ, ആ ആലിൻ്റെ ഇലയിൽ കിടക്കുന്ന ആലിലെ കണ്ണനെ കാണുന്നു. സമാപന ദിനമായ വ്യാഴാഴ്ച വലിയ ഭക്തജന തിരക്കാണ് ദൃശ്യമായത്. ഉച്ചയോടെ ഭാഗവത സംഗ്രഹം, അവഭൃത സ്നാനം, ക്ഷേത്ര പ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം യജ്ഞസമർപ്പണം നടന്നു. മംഗളാരതി, ആചാര്യ ദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം എന്നിവയുമുണ്ടായി. മുൻ ഗുരുവായൂർ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. യജ്ഞത്തോടനുബന്ധിച്ച് നിത്യേന അന്നദാനവും നടന്നു. ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച തൃക്കാർത്തിക ഉത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ഉച്ചയ്ക്ക് കാർത്തിക ഊട്ട്, വൈകിട്ട് കാഴ്ചശീവേലി, കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ടിമേളം, കാർത്തിക വിളക്ക്, വൈകിട്ട് 7 ഓട്ടൻതുള്ളൽ, രാത്രി ഡബിൾ തായമ്പക, ദീപാരാധന, സഹസ്ര ദീപ സമർപ്പണം എന്നിവയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ലെന്ന് കെ മുരളീധരൻ. കെ സുധാകരന് പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യമുണ്ട്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. സർക്കാരിനെ ജനങ്ങൾക്ക് മടുത്തു എന്നതിന്റെ പ്രതിഫലനമാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും അടുത്ത സർക്കാർ ഉണ്ടാക്കാൻ UDFന് കഴിയുമെന്നും കെ മുരളീധരൻ. പട്ടാമ്പി മേഖലയിൽ നിയമലംഘനം നടത്തിയ സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. 33 കേസുകളിലായി 1 ലക്ഷത്തിലേറെ രൂപ പിഴ ഈടാക്കി. പരിശോധന തുടരുമെന്ന് അധികൃതർ. വാണിയംകുളം ത്രാങ്ങാലി കവർച്ചാ കേസിൽ അടിമുടി ആശയക്കുഴപ്പം. 1 ലക്ഷം രൂപ, വില കൂടിയ വാച്ച് എന്നിവയ്ക്ക് പുറമെ 19 പവൻ സ്വർണവും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന പരാതിയുമായി വീട്ടമ്മ പോലീസിനെ സമീപിച്ചു. ത്രാങ്ങാലി മൂച്ചിക്കൽ ബാലകൃഷ്ണന്റെ വീട്ടിൽ കവർച്ച നടന്നത് ഇക്കഴിഞ്ഞ നവംബർ 29-ന്. ദമ്പതികളുടെ പാസ്പോർട്ടുകളും നഷ്ടപ്പെട്ടതായി പുതിയ പരാതി. ഷൊർണൂരിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ സർവേ തുടങ്ങി. സർവേ ആരംഭിച്ചത് കണയം ഭാഗത്തുനിന്ന്. 20 ദിവസം കൊണ്ട് സർവേ പൂർത്തിയാക്കും. ഷൊർണൂർ ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരണം പുരോഗമിക്കുന്നു. ബസ് സ്റ്റാൻഡ് യാർഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.